നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ ഇഡിയറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? യെസ്, എന്നെയും ഒരാൾ ഇഡിയറ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് മുഖത്ത് നോക്കിയിട്ടല്ല വിളിച്ചത് കേട്ടോ. ഫേസ്ബുക്കിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടാണ് ഇഡിയറ്റ് എന്ന് വിളിച്ചു പോയിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഡിയറ്റ് ഈ ഒരു പദം എന്ന് ഉപയോഗിക്കാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം കമൻ്റ് ഇട്ട ആ സ്ക്രീൻഷോട്ട് ഞാനിവിടെ സ്ക്രീനിലൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കത് ഞാൻ ആ പേരും പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ പരസ്യമായിട്ട് നമ്മൾ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് പരസ്യമായിട്ട് എന്ത് ചെയ്യില്ല, ഒരാളുടെ പേരോ പ്രൊഫൈൽ പിക്ചറോ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് ആരെങ്കിലും ഇതുപോലെയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ കളിയാക്കാനോ ഒക്കെ നിങ്ങളെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് സർവീസുകളുമായിട്ട് ഇവിടുത്തെ സൈബർ വിങ്ങുമായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. അങ്ങനെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുമ്പോൾ ഈ കമൻ്റ് ഇട്ട ആളുകൾ ഇവിടെ ഖത്തറിലാണ് താമസിക്കുന്നതെങ്കിൽ, ഇവിടുത്തെ റെസിഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ ആക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനിടുന്ന വീഡിയോകളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പർ തരാം. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ചീത്ത പറയാനോ അതല്ലെങ്കിൽ നിങ്ങളെയൊക്കെ അധിക്ഷേപിക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നമ്പർ തരാം, മൊബൈൽ നമ്പർ തരാം. മൊബൈലിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൊബൈലിൽ സംസാരിക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഈ സഹോദരൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് ഇതുപോലെ ഒരു അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു കമൻ്റ് ഇടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോ മറ്റുള്ള വിസിറ്റേഴ്സിന് വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും പല ആളുകൾക്കും. കാരണം വിസിറ്റേഴ്സിന് വരുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. അപ്പോൾ പൈസ അടക്കേണ്ട കാര്യമില്ല. ആ ഒരു ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അത് ഇത്രമാത്രം അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ കമൻ്റ് ഇടാൻ മാത്രം ഉള്ളൊരു കണ്ടൻറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു കമൻറ്റിൻ്റെ പിന്നാലെ പോകാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈബർ വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് മെട്രാഷ് വഴിയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഓക്കെ, താങ്ക് യു.